Hi, good morning. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. എന്താണ്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? എന്താണ് അവസ്ഥ? ഇനി എത്ര ദിവസം ഉണ്ട്? ഇന്ന് 30-ാം തീയതി, 8ാമത്തെ ദിവസം പരീക്ഷ അല്ലേ? അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ തീർന്നിട്ട് പഠനമൊന്നും നടക്കൂല. തീർന്നിട്ട് എന്ത് ചെയ്യൂല? പഠനമൊന്നും നടക്കൂല. നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഉള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉറപ്പിക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യരുത്? ഇനി ഒരെണ്ണം പോലും പുറത്ത് പോകരുത്. നമ്മൾ കാണാത്ത കാര്യം വന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. കാണാത്ത കാര്യം വന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നു? സൈക്കോളജി പെഡഗോജി ഒരു 30 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു ഇവിടെ നോക്കുന്നത്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ 3, 4, 5 തീയതികളിൽ സൈക്കോളജി ഓവറോൾ ആയിട്ട് 5 ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? 3, 4, 5 തീയതികളിൽ 5 ക്ലാസ് കേട്ടോ. സൈക്കോളജി ഫുള്ളായിട്ട് എന്ത് ചെയ്യും? അതിന്റെ സ്പെഷ്യൽ ക്ലാസ് തന്നെ ഇതിൽ തന്നെ കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് തന്നെ ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നു? അപ്പൊ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സൈക്കോളജി നമുക്കൊരു നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാം? അതിൽ സ്കോർ ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഇഷ്ടം പോലെ സൈക്കോളജി തിയറി പഠിച്ചിട്ടുണ്ടാവും, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയത് എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും? ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഏറ്റവും എളുപ്പമാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തിയറി ഒരു രീതിയിൽ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? പഠിച്ചു പോകുന്നു. പക്ഷെ ക്വസ്റ്റ്യന്റെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ഏതുപോലെ അല്ല വരുന്നത്. നിങ്ങൾ പഠിച്ച അതേ സെന്റൻസിലല്ല എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആകെ കൂടെ കൺഫ്യൂഷൻ ആയി പോകുന്നു. അതായത് ഇപ്പോ ജന്മസിദ്ധമായ കഴിവുകളെയാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. അഭിക്ഷമത മാറ്റിയിട്ട് നൈപുണി എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അഭിക്ഷമത തന്നെയാണോ നൈപുണി എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്ത് ചെയ്യുന്നു? അവിടെ വന്നു പോകുന്നു. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? പഠിച്ച കാര്യം വേറൊരു രീതിയിൽ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് അത്രത്തോളം ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇന്ന് 30 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സൈക്കോളജി പെഡഗോജിയിൽ 30 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 30 ക്വസ്റ്റ്യനിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ച ആൻസർ ഉണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ എവിടെ വന്നോണമെന്നില്ല, ആൻസർ കീയിൽ വന്നോണമെന്നില്ല. അപ്പൊ താൽക്കാലികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ കൂട്ടത്തിൽ തന്നതിൽ നിന്ന് ബെറ്റർ എന്നുള്ളത്, മോഡൽ ക്വസ്റ്റ്യൻ അല്ല, എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ അല്ല, എല്ലാം പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്കിപ്പോ പിയാഷെ എന്ന് ഉത്തരം വരുന്നിടത്ത് ഏതെന്നെ കൊടുത്തേ പറ്റുള്ളൂ? പിയാഷെ എന്ന് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ പ്രീവിയസ് ആവുമ്പോൾ പിയാഷെ കൊടുത്തിട്ടില്ലെങ്കിൽ പകരം ഉള്ളതിൽ വെച്ച് എന്ത് ചെയ്യണം? വൈഗോട്സ്കിയെയോ ബ്രൂണറെയോ കറുപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് അവരുടെ ടോണിൽ നിന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇപ്പൊ വൈജ്ഞാനിക വികാസവുമായി താഴെ പറയുന്നതിൽ ബന്ധപ്പെട്ടത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് ആരെയാണ്? പിയാഷെ ഇല്ല, പിയാഷെ താൽക്കാലികമായിട്ട് ഇല്ലാത്തതാണ്. അവിടെ തൽക്കാലം ആരുണ്ട്? ബ്രൂണർ ഉണ്ടല്ലോ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം? അവിടെ ബ്രൂണറെ കറുപ്പിച്ച് പോകേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്ത് ചെയ്യണം? അവിടെ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് തുടങ്ങി നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ളത് മാത്രം കറുപ്പിക്കുക കേട്ടോ. 3, 4, 5 തീയതികളിൽ ഫ്രീ ക്ലാസ് ആണ്, സ്പെഷ്യൽ ക്ലാസ് ആണ് കേട്ടോ. മൊത്തം 5 സൈക്കോളജി ക്ലാസ് ഉണ്ടാവും. അതിൽ ശിശു വികാസം മുതൽ ഏറ്റവും അവസാനം വരെയുള്ള ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്. അപ്പൊ തുടങ്ങാം. പോൾ യൂസ് ചെയ്യുക. ആൻസർ എന്ത് ചെയ്യരുത്? ഒരാൾ പോലും എന്ത് ചെയ്യരുത്? ആൻസർ കമന്റ് ചെയ്യരുത് കേട്ടോ. ആൻസർ ഒരാൾ പോലും കമന്റ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 15 സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക? സമയം തികയുക.
പിന്നെ ആദ്യമേ പറഞ്ഞുതരാം, ഇവിടെ പോളില് ഫസ്റ്റ് അടിച്ച ആൾക്ക് PSC നേരിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സമയം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. ചോദ്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഉത്തരം അറ്റൻഡ് ചെയ്യുക കേട്ടോ. പോളിൽ ചാടി കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ആക്രാന്തം കാണിച്ചിട്ട് A ഓപ്ഷനിലേക്ക് ചാടി കയറരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, സമയം എടുത്ത് ചെയ്തോ. സൈക്കോളജിയാണ്, ചോദ്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം മനസ്സിലാക്കുക, മോസ്റ്റ് സ്യൂട്ടബിൾ കറുപ്പിക്കുക. ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ കമന്റ് ചെയ്യരുത്, പോള് യൂസ് ചെയ്യുക കേട്ടോ. പോള് യൂസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തകർത്ത്. ഞാൻ അതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ചോദ്യം വായിച്ചോ, സമയം എടുത്തോ, കുഴപ്പമില്ല, പക്ഷെ ഉത്തരം കറക്റ്റ് ആക്കിയാൽ മതി. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ വെറും 39% എന്ത് ആകെ ശരി ഉത്തരം കറുപ്പിച്ചേക്കുന്നത്. എന്താ വിധ അവസ്ഥ? ഓക്കെ, ലീഡർ ബോർഡിൽ അനുയ, അഞ്ജു, അഭിനന്ദ്. ഇവിടെ ഒറ്റ കാര്യം ആലോചിക്കണ്ടുള്ളൂ, സർഗാത്മകതയുടെ ഒരു ഘടകമാണ് ഇത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മലയാളം കൂടെ എഴുതി വെച്ചോണം, മസ്തിഷ്ക പ്രക്ഷാളനം കേട്ടോ. മസ്തിഷ്ക പ്രക്ഷാളനം എന്നുള്ളതാണ് എന്ത്, ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മലയാളം എന്നുള്ളത്. അതും ആര് കൊടുത്തിട്ടുണ്ട്, മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മലയാളമാണ് മസ്തിഷ്ക പ്രക്ഷാളനം എന്നുള്ളത് കേട്ടോ. വാക്ക് കേട്ടിട്ടുണ്ടോ? അപ്പൊ അത് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം, സർഗാത്മകതയുടെ ഒരു ഘടകമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയില്ലേ, ആ ചോദ്യം കണ്ടപ്പോ എന്റെ കിളി പോയി എന്ന് പറയില്ലേ, ആ ചോദ്യം കണ്ടപ്പോ എന്റെ കിളി പോയി എന്ന് പറയൂലേ, ആ സംഭവം തന്നെയാണ്. അതായത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇതിനെ പ്രതിസന്ധി നേരിടേണ്ടത്, എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ഐഡിയ, ഏതിലൂടെയൊക്കെയാണ് ഞാൻ പോവേണ്ടത് എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കും. ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടും. ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. പിന്നെയോ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. ശരിയാണോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് സർഗാത്മകതക്ക് ഫസ്റ്റ് കിട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? സർഗാത്മകതയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടി, സർഗാത്മകതയ്ക്ക് എനിക്ക് 100ൽ 100ആണ്, സർഗാത്മകതയിൽ ഞാനാണ് ക്ലാസ്സിൽ ടോപ്പ്, എന്റെ സർഗാത്മകതയാണ് ഏറ്റവും മുന്തിയത് എന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു എന്നുള്ളത് എന്തല്ല, ശരിയല്ല. സർഗാത്മകതയിൽ എന്ത് ചെയ്യാറില്ല, അങ്ങനെ നമ്മൾ അളക്കാറില്ല. അവിടെയാണ് സർഗാത്മകതയുടെ വിലയിരുത്തുന്ന 3 കാര്യങ്ങളാണ് ഒഴുക്ക്, വഴക്കം, വിപുലീകരണം, മൗലികത. 4 കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സർഗാത്മകതയുടെ 4 ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ പെടാത്തത്. സർഗാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യുക, ചിന്തിക്കാനുള്ള ഒരു റൂട്ട് ഒരുക്കി കൊടുക്കുക. അതായത് സർഗാത്മകത എന്ന് പറയുന്നത് ആരും ചിന്തിക്കാത്ത വഴിയിൽ ചിന്തിച്ച് ഒരു ഐഡിയ കണ്ടെത്തുക എന്ന് നമ്മൾ പറയില്ലേ. ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ, അതായത് ഡൈവേർജന്റ് തിങ്കിങ്, വിവ്രജന ചിന്ത കേട്ടോ. വിവ്രജന ചിന്ത എന്ന് പറയുന്നതാണ് ഏത്, സർഗാത്മകത. ആരും ചിന്തിക്കാത്ത പുതിയൊരു വഴികളുടെ കണ്ടെത്തുക, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു പുതിയൊരു വഴിയിലൂടെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത്
ഒരു ആന ചതുപ്പിൽ കുടുങ്ങിയിട്ട് ഫയർഫോഴ്സ് വന്നു, പോലീസ് വന്നു, എല്ലാവരും വന്നിട്ട് ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, ആനയെ ചതുപ്പിൽ നിന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. വലിയ വലിയ ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്തു, രണ്ടു കൂട്ടരോടും ചോദിക്കുന്നു. ആർക്കും ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഏറ്റവും ഈ താഴ്ന്ന ലെവലിലുള്ള, അതായത് ഇത്ര ആരോടും അങ്ങനെ സംസാരിക്കൊന്നും ചെയ്യാത്ത ഒരാള്, വയസ്സായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, ആ നാട്ടുകാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാള് പഴയ ഒരു വേഷമൊക്കെ ആയിട്ട് ഷർട്ടൊന്നും ഇടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാളോട് ഈ ഡിവൈഎസ്പി എന്തോ ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, ഇയാളോടൊന്നും അറിയാതെ പുഞ്ചിരിച്ചു പോയി. ആ പുഞ്ചിരിച്ച സമയത്ത് എന്ത് ചെയ്തു, ഈ നാട്ടുകാരനായിട്ടുള്ള ഈ വയസ്സായ ആള് ചോദിച്ചു, സാറന്മാരെ ഇതിന് ഇത്ര വല്ല പണിയുണ്ടോ? ആ ചതുപ്പിലേക്ക് വെള്ളം അങ്ങ് പമ്പ് ചെയ്താ പോരെ, ആന നീന്തി ഇങ്ങ് വരൂലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫയർഫോഴ്സുകാരും ഈ പോലീസുകാരും വാ പൊളിക്കുന്നത്, ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ആരും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ ഈ വയസ്സായ ഒരാൾ ചിന്തിച്ച കാര്യം നോക്ക് നിങ്ങൾ. അതാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്ന് പറയുന്നത്, ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ആനയെ കയറിട്ട് വലിക്കാൻ നോക്കി, ആനയ്ക്ക് കയറി വരാനുള്ള സാധനം ഇട്ട് കൊടുത്തു, ഒന്നും നടക്കുന്നില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താ, അയാളോട് ആദ്യമായിട്ട് ഒരു പുഞ്ചിരിച്ചത് ആരതാണ്, ഈ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. ആ പുഞ്ചിരിയിൽ നിന്നാണ് അയാളോട് സംസാരിക്കാൻ അയാൾക്ക് തോന്നിയത്. അപ്പൊ ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ. സംഭവം മനസ്സിലായല്ലോ? അപ്പൊ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മലയാളം അവിടെ എഴുതി വെക്കുക, എന്ത്, മസ്തിഷ്ക പ്രക്ഷാളനം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടാണ്, ആ കൂടെ അന്താളിച്ചു പോയി ആ മലയാളം കണ്ടപ്പോ കേട്ടോ. നെക്സ്റ്റ്, പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ വാട്സൺ, പാവ്ലോ, സ്കിന്നർ, കോഹ്ലർ. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ വാട്സൺ, പാവ്ലോ, സ്കിന്നർ, കോഹ്ലർ. ഇതിനൊന്നും പിന്നെ അത്ര സമയമൊന്നും വേണ്ട. അനുയ, അഭിനന്ദ്, അഞ്ജു, ഇവിടെ നിങ്ങൾ ഒരാളെ മാത്രം ഓർത്തിരുന്നാൽ മതി, സ്കിന്നർ. ആ സ്കിന്നറിൽ തന്നെ ഉണ്ട് സ്കൈ എന്നുള്ളത്, അല്ലെ? സ്കൈയിലാണ് എന്ത്, പ്രാവ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഏത് കാര്യത്തിലാണെങ്കിലും പ്രാ എന്നുള്ള അക്ഷരം ഉണ്ടാവും. പ്രാവിലാണ് പരീക്ഷണം നടത്തിയത്, പ്രബലനത്തെ പ്രോത്സാഹിപ്പിച്ചു, പ്രോഗ്രാംഡ് ലേണിംഗ്, പരിക്രമീകൃത പഠനം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, പ്രക്രിയാധിഷ്ഠിത പഠനം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പ്രാ എന്ന് അദ്ദേഹത്തിന്റെ എല്ലാറ്റിലും ഉണ്ടാവും. അത് ഈ പ്രാവിന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. പ്രബലനത്തിന്റെ ഇംഗ്ലീഷ് ആണ് റീഇൻഫോഴ്സ്മെന്റ്. എന്നാൽ പ്രബലന സിദ്ധാന്തം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് ഹള്ളിൻ്റെതാണ് കേട്ടോ. പ്രബലന സിദ്ധാന്തം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഹള്ളിൻ്റെതാണ്. എന്നാൽ പ്രബലനത്തിന് പ്രോത്സാഹനം കൊടുത്ത മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ, അപ്പൊ നിങ്ങൾ PSC യുടെ കണ്ണിൽ കാണേണ്ടത്, PSC യുടെ കണ്ണിൽ പ്രബലനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വ്യക്തി ആരാണ്, സ്കിന്നർ ആണ്. ഹള്ളിനെ ആരും അങ്ങനെ നോക്കാറില്ല, PSC അങ്ങനെ നോക്കാറില്ല. പക്ഷെ നമുക്ക് രണ്ടെണ്ണം പറഞ്ഞേ പറ്റുള്ളൂ. പ്രബലനത്തിനെ പ്രോത്സാഹിപ്പിച്ചത് സ്കിന്നർ ആണ്. പ്രബല സിദ്ധാന്തം ആരുടേതാണ്, ഹള്ളിൻ്റെതാണ്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, പ്രബലനത്തിന് ഊന്നൽ നൽകിയ വിചാരധാര ഏതാണ് എന്ന് ചോദിച്ചാൽ വ്യവഹാരവാദം. മനസ്സിലായല്ലോ? പ്രബലനത്തിന് ഊന്നൽ നൽകിയ വിചാരധാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവഹാരവാദം, ചേഷ്ടാവാദം, പെരുമാറ്റ രീതി എന്നൊക്കെ പറഞ്ഞ്, പെരുമാറ്റവാദം എന്നൊക്കെ പറഞ്ഞ് ഏത് ഓർത്തിരിക്കണം, അവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. കിട്ടിയല്ലോ? വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവാണ് വാട്സൺ. പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ്, അനുബന്ധന സിദ്ധാന്തം. കോഹ്ലർ ആണെങ്കിലോ അന്തർദൃഷ്ടി പഠനം. കോഹ്ലി ഇന്ത്യയുടെ സുൽത്താനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു തന്നിട്ടില്ലേ, സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത്. ഇതൊക്കെ എവിടെയാ? അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലൂടെ റീഡ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ചെറിയ അഡീഷണൽ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് പോണത് കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം,
പരിഹാരബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ്, പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ്, നിദാന ശോധകം, ബുദ്ധിമാപിനി, മാനകീകൃത ശോധകം. പോള് യൂസ് ചെയ്യുക കേട്ടോ. ആൻസർ എന്ത് ചെയ്യരുത്, കമന്റ് ചെയ്യരുത്, പോള് യൂസ് ചെയ്യുക. പുതിയ ആളുകളൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോഴേ അയ്യോ എനിക്ക് ഏറ്റവും അറിയുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ട് നേരെ കയറിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കമന്റ് ചെയ്യും. ഇപ്പൊ കുറെ ആൾക്കാർക്കുള്ള പ്രശ്നം, ഞാൻ ഇതൊക്കെ പഠിച്ചതാണ് പക്ഷെ ചോദ്യം കാണുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആകെ കൂടെ ഒരു വെപ്രാളം, ഒന്നും അങ്ങോട്ട് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ശോധകം കൂടെ ഒന്നായ പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ തോന്നും കേട്ടോ. ഓക്കെ, അനുയ, അഭിനത്, മഞ്ജു, ഇവിടെ ഏതാ? പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്? നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കേട്ടോ. നിദാന ശോധകം എന്നുള്ളതാണ് ഏത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രയാസങ്ങൾ കണ്ടെത്താനുള്ള പരീക്ഷയാണ് ഏത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിക്കുക. ഇനിയോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് ഏത്? പരിഹാര ബോധനം, റെമഡിയൽ ടീച്ചിങ് കേട്ടോ. അപ്പൊ പ്രയാസമുള്ള കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക? പരിഹാര ബോധനം കൊടുക്കുക. പരിഹാര ബോധനം കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് നടത്തണം? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തണം. പിന്നെയോ കുട്ടി എന്ത് നേടി എന്നറിയപ്പെടാൻ അവിടെ എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് കേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടി എന്ത് നേടി എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ബാക്കിയൊക്കെ എന്താ? ഇവിടെ ബാക്കിയൊക്കെ വെറുതെ ഓപ്ഷൻ ഇട്ടാണ്, അതിലുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇവിടെ ബാക്കിയുള്ളതൊന്നും നമുക്ക് അത്രത്തോളം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ, വെറുതെ ഓപ്ഷൻ ഇട്ടതാണ്. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ മലയാളം ഏതാണ്? സിദ്ധി ശോധകം കേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ മലയാളമാണ് സിദ്ധി ശോധകം. നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇവിടെ വെറുതെ ഓപ്ഷൻസ് സെറ്റ് ചെയ്താണ്, ബാക്കി ഐക്യൊക്കെയാണ്, ബുദ്ധിമാപിനി എന്നുള്ളതൊക്കെയാണ്, മാനകീകൃത ശോധകം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് പഠിക്കാൻ ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ്, പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത്? പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത്? ത്വരിത പഠനം, അനുകൂലനം നടത്തിയ പദ്ധതി, കഴിവിനൊത്ത വർഗീകരണം, പരിഹാരബോധം. പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത്? ത്വരിത പഠനം, അനുകൂലനം നടത്തിയ പദ്ധതി, കഴിവിനൊത്ത വർഗീകരണം, പരിഹാരബോധനം. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചവർക്ക് ഇത് വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ അതിനാണ് അവിടെ എന്ത് ചെയ്തത്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടിക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയ ശേഷം കൊടുക്കാനുള്ളതാണ് എന്ന് ഞാൻ എന്ത് ചെയ്തു, അവിടെ പ്രത്യേകം പറഞ്ഞു. പരിഹാരബോധനം. അതിൽ എത്ര ആള് ശ്രദ്ധിച്ചു, എത്ര ആള് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഈ പോളിന്റെ തെളിവ് എന്ന് പറയുന്നത് കേട്ടോ. പോള് കിടക്കുന്നുണ്ടോ? 58%. അനുയ, മഞ്ജു, അഭയ. ഇവിടെ ഞാൻ രണ്ടാമത് ഈ ചോദ്യം കഴിഞ്ഞപ്പോ വീണ്ടും എടുത്ത് പറഞ്ഞു, പരിഹാര ബോധനം, റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നതാ? പഠനത്തിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്? പരിഹാര ബോധനം. അത് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പോ അവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആഗ്രഹമുള്ളവരുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, അത്യാവശ്യമുള്ളവരുണ്ട്, അതുക്കും മേലെയുള്ളവരുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? അഭിലാഷ നില, അഭിലഷണീയ നില എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? അഭിലാഷ നില എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളും, പറയുന്ന കാര്യങ്ങളിൽ സ്ട്രെസ് ചെയ്തോളും. പരിഹാര ബോധന ആർക്കുള്ളതാ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷം കൊടുക്കുന്നതാണ്. അത് ആർക്കല്ല? പ്രതിഭാധനനായ കുട്ടിക്ക് എന്ത് പറഞ്ഞിട്ടില്ല? പരിഹാര ബോധനം പറഞ്ഞിട്ടില്ല, റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആ റെമഡി ചിലപ്പോൾ ആർക്കുണ്ടാവില്ല? ത്വരിത പഠനം എന്ന് പറഞ്ഞാൽ ത്വരണം,
അതായത് പ്രതിഭാധനനായ കുട്ടിയെ കൊണ്ട് ഒരു സ്വൈരം ഉണ്ടാവില്ല ക്ലാസ്സിൽ. അപ്പൊ ടീച്ചർ ആ കുട്ടിയോട് പറയണതാണ് എനിക്കൊരു സ്വൈരം തരണം എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടിയോട് പറയും. ആ സംഭവമാണ് ഏത്, ത്വരണം. തരണം എന്ന് ഓർത്തിരുന്നാ മതി കേട്ടോ. എനിക്കൊരു സ്വൈരം തരണം എന്നുള്ള ലെവലിൽ നമ്മൾ കുട്ടിയോട് പറയൂലേ, അതാണ് പ്രതിഭാധനനായ കുട്ടിക്കുള്ള ഒന്നാമത്തെ മാർഗം. തരണം, ത്വരണം എന്നുള്ളതാണ് വാക്ക്. തരണം എന്ന് ഓർത്തിരിക്കുക. എന്താ, ഡബിൾ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്. ഡബിൾ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത് അതായത് ഇവനെ 5ാം ക്ലാസ്സിൽ ഇരുത്തേണ്ടതൊന്നും അല്ല, ഇവനെ വല്ല 7ാം ക്ലാസ്സിലും കൊണ്ടിരുത്തുന്നൊക്കെ പറയൂലേ നമ്മള്, അതാണ് ഏത്, ത്വരണം എന്ന് പറയുന്നത്. അനുകൂലനം നടത്തിയ പദ്ധതി എന്ന് പറഞ്ഞാൽ സംവർദ്ധിത പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ പറയൂലേ, നമ്മൾ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ പറയൂലേ, സംവർദ്ധിത പദ്ധതി, സംവർദ്ധിത കാര്യക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം പറയൂലേ. അതായത് ഇവർക്കായിട്ട് പ്രത്യേകമുള്ള അഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കഴിവിനൊത്ത വർഗീകരണം എന്ന് പറഞ്ഞാൽ A+ ബാച്ച്, A ബാച്ച്, B+ ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അരക്കൊല്ല പരീക്ഷ കഴിയുമ്പോൾ മാർക്ക് കൂടുതൽ കിട്ടിയവരെയൊക്കെ കൊണ്ടൊരു ക്ലാസ്സിൽ ഇരുത്തിയിട്ട് പഴംപൊരിയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ, അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്ക് കൂടുതൽ കിട്ടിയ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒന്നും ഇത് പറഞ്ഞിട്ടില്ല, പരിഹാര ബോധനം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പരിപാടിയാണ് ഇത്, ത്വരണം, സംവർദ്ധിത പദ്ധതി, ക്ലാസിഫിക്കേഷൻ, അതായത് സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. ഈ 3 ഘടകങ്ങൾ പ്രതിഭാധനനായ കുട്ടിക്കുള്ളതാണ് എന്ന് പഠിക്കുന്നുണ്ട്. പരിഹാര ബോധന എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അസാമാന്യർ എന്ന് പറയുന്ന ഭാഗത്ത് മന്ദപഠിതാക്കൾ, പ്രതിഭാധനനായ കുട്ടി, ആ പ്രതിഭാധനനായ കുട്ടിക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. 1 ത്വരണം, 2 സംവർദ്ധിത പദ്ധതി, 3 സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകം ക്ലാസ് തിരിച്ച് വർഗീകരിക്കുക. ഇത് 3 നമ്മൾ പഠിക്കുമ്പോൾ തിയറിയിൽ പഠിക്കുന്നതാ, അതിൽ പെടാത്ത ഒന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക, ഗൈഡൻസ് നൽകുക, അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക, ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച് പരീക്ഷകൾ നടത്തുക. ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക കേട്ടോ. ഉദ്ദേശ്യാധിഷ്ഠിത പഠന പദ്ധതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉദ്ദേശ്യാധിഷ്ഠിത പഠന പദ്ധതി എന്ന് പറയുന്നത് മഞ്ജു, കുക്കു, ഷഹ്ല. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ കുറെ ആൾക്കാർ ഓപ്ഷൻ കാണുമ്പോൾ ഈ ഏതെടുത്താലും 10 എന്ന് പറഞ്ഞ മാർക്കറ്റ് പോയ പോലെയാണ്. എല്ലാം ആൻസർ ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ഏത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി എന്ന് പറയുന്നത് എന്താ, കുട്ടിക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് എന്നുള്ള ലക്ഷ്യം എന്ത് ചെയ്യണം, നിർണയിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ കോമൺ അല്ലേ, ഗൈഡൻസ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, പിന്നെയോ ഇടയ്ക്കിടെ പരീക്ഷ നടത്തുക എന്നൊക്കെ പറയുന്നത് കോമൺ അല്ലേ. കുട്ടിക്ക് ലക്ഷ്യം അറിയണം. ഞാൻ ഈ വരുന്ന പരീക്ഷയ്ക്ക് 15 നേടിയാൽ എന്നെ വീട്ടിൽ കയറ്റുമോ എന്നുള്ളത് കുട്ടി ചോദിക്കുവോ? കാരണം ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി കുട്ടിയോട് നമ്മൾ പറയുന്നുണ്ട് ഈ വർഷം ഫുൾ A+ നേടിയിരിക്കണം എന്നുള്ളത് പരീക്ഷ തുടങ്ങുന്നതിന്റെ എത്രയോ കാലം മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. മനസ്സിലായോ? പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യാഥാർത്ഥ്യം അതായത് റിയാലിറ്റിയിൽ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിർണയിച്ചു കൊടുക്കണം. ദേ ആ കാണുന്ന പഴമാണ് നീ എന്ത് ചെയ്യേണ്ടത്, ഓടിപ്പോയി ആദ്യം എടുത്തു കൊണ്ടുവരേണ്ടത് എന്ന് കാണിച്ചു കൊടുത്താലേ കുട്ടി ആ പഴം തന്നെ കൊണ്ടുപോയിട്ട് ഓടിയെടുത്തു വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ എപ്പോഴും നേടാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത് എന്താ, മോട്ടിവേഷനാണ്. നേടാനുള്ള അഭിപ്രേരണ കുട്ടി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കറക്റ്റ് എന്ത് ചെയ്യണം, എയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. കുട്ടിയെ വെടിവെക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ടാർഗറ്റ് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി നേരെ അധ്യാപകന്റെ നെഞ്ചത്ത് കയറി വെടിവെക്കും.
മനസ്സിലായോ? ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക എന്നുള്ളത്, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ലക്ഷ്യം ആർക്ക് പറഞ്ഞു കൊടുക്കണം? റിയൽ ആയിട്ട് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താവാം? കുട്ടിയെ പ്രോത്സാഹിപ്പിക്കലാവാം, കുട്ടിയുടെ സാഹചര്യം മെച്ചപ്പെടുത്തലാവാം, എന്തും ആവാം. ലക്ഷ്യമില്ലാതെ എന്ത് ഗൈഡൻസ് കൊടുത്തിട്ട് എന്താ സംഭവം? മനസ്സിലായ നിങ്ങൾക്ക്? ഗൈഡൻസ് എന്ന് പറയുന്നത് നിർദ്ദേശം കൊടുക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ലക്ഷ്യം കൊടുക്കണ്ടേ? ലക്ഷ്യം നിർണയിച്ച് കൊടുത്തിട്ടല്ലേ ഗൈഡൻസ് പുറകിൽ വരുത്തുള്ളൂ, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് തുടക്കത്തിലെ എന്ത് പറഞ്ഞു? മോസ്റ്റ് സ്യൂട്ടബിൾ, മറ്റുള്ളത് ആൻസർ അല്ല എന്നുള്ളതല്ല. മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? അവിടെ ചിന്തിക്കണം കേട്ടോ. ഇനി ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി: പ്രക്ഷേപണ രീതി, സാമൂഹിക മിതി, നിരീക്ഷണ രീതി, ഫീൽഡ് സ്റ്റഡി. ഇപ്പൊ കുറെ ആളുകളുടെ മൈൻഡിൽ സമാധാനം, ഒന്നെങ്കിലും ഒന്ന് ഒരു പരിചയമുള്ളതെങ്കിലും വന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? ഓപ്ഷൻ കമന്റ് ചെയ്യാതിരിക്കുക. അത്ര എളുപ്പമുള്ളത് വന്നപ്പോ അത് കയറി കമന്റ് ചെയ്യുന്നുണ്ടോ? ഇത്രയും നേരം ആരും കയറി കമന്റ് ചെയ്തില്ലല്ലോ. എന്തായിരുന്നു കാരണം? ഇങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇപ്പോ എനിക്കറിയണത് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കയറി കമന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തേ ഉണ്ടാവുള്ളൂ? പരീക്ഷാ ഹാളിൽ ഇതുപോലെ ആക്രാന്തം കാണിച്ച് കയറി കറുപ്പിക്കാനുള്ള മെന്റാലിറ്റി കൂടുന്നേ ഉള്ളൂ. വേറെ ഒരു ഉപകാരവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. മഞ്ജു, കുക്കു, ജീതു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ആൻസർ കമന്റ് ചെയ്യരുത്, ആൻസർ കമന്റ് ചെയ്യരുത് എന്നുള്ളത്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആണെന്ത്? സാമൂഹിക മിതി എന്ന് പറയുന്നത് സോഷ്യോമെട്രി ആൾറെഡി നമുക്കറിയുന്നല്ലേ. ഇത് എങ്ങനെയൊക്കെ ചോദിക്കാന്നറിയോ? ഒരു ക്ലാസ്സിൽ തിരസ്കരിക്കപ്പെട്ടവനെ തിരിച്ചറിയാൻ നടത്തുന്നത്, അടുപ്പം, അനിഷ്ടം, വ്യക്തിബന്ധങ്ങൾ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്, സ്വീകരിക്കപ്പെട്ടവനെയും തിരസ്കരിക്കപ്പെട്ടവനെയും വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആര് ചോദിച്ചിട്ടുണ്ട്? കേട്ടറ്റുകാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ എന്നുള്ളതും അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നുള്ളതും എല്ലാം ഏതിൽ വരും? എല്ലാം ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സാമൂഹിക മിതി എന്നുള്ളത് തന്നെ അവിടെ ഓർത്തിരിക്കണം. ആരാണ്? JL മൊറീനോ അല്ലെ? JL മൊറീനോ. മോർ നമ്പർ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് ആരെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മോർ നമ്പർ എന്നുള്ളത് കേട്ടോ. എയുടെ ഇംഗ്ലീഷോ പ്രൊജക്റ്റീവ് ടെക്നിക്ക് അതൊക്കെ നമ്മൾ നോർമലി പറയുന്നില്ലേ? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ? പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞിട്ട്, നിരീക്ഷണ രീതി, ആൽബർട്ട് ബന്ദൂര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പറയുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ്. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടാത്ത വ്യക്തിത്വ മാപന രീതി: റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഐൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഇതാണ് പുറകെ വരുന്നത് എന്ന് ഞാൻ ഊഹിച്ചില്ല. ഇനി അവിടെ എത്ര ശ്രദ്ധിച്ചു എന്നുള്ളത് ഇവിടെ കാണാം കേട്ടോ. അവിടെ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നുള്ളത് ഇവിടെ കാണാം. അവിടെ ഓപ്ഷൻ വിശദീകരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. എന്ത് ഏതൊക്കെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക് എന്നുള്ളത് 3 എണ്ണം ഞാൻ അവിടെ പറഞ്ഞു. 3 എണ്ണം ഞാൻ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു. ഒരെണ്ണം മാത്രമേ നമ്മൾ അതിൽ എന്ത് ചെയ്യാത്തുള്ളൂ? പെടാത്തുള്ളൂ. ജീതു, ഷഹ്ല, മഞ്ജു. ഐൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ പെട്ടതല്ല. കാരണം അബോധ മൈൻഡിലുള്ള കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഏതാണ്? റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതൊക്കെ എന്താ? അബോധാവസ്ഥയിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് കേട്ടോ. ഐൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നതല്ല, അത് പേഴ്സണാലിറ്റിയെ കുറിച്ച് നടത്തുന്ന വേറൊരു ഇൻവെന്ററി ആണ്. ഏതിൽ പെട്ടതല്ല? പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ, പ്രക്ഷേപണ തന്ത്രത്തിൽ പെട്ടതല്ല എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക കേട്ടോ.
ഇപ്പൊ നോർമലി നമ്മൾ കാണുന്നതാണ് ഏത് റോർഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ കാണാറുള്ളത് കേട്ടോ. അപ്പൊ ഇത് മൂന്നും ഏതിനെ പുറത്ത് ചാടിക്കുന്നതാ, അബോധ മനസ്സിലുള്ള കാര്യങ്ങളെ പുറത്ത് ചാടിക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കും. നെക്സ്റ്റ്, ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിക്കുന്നു. ഇതിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ജനറൽ ഇന്റലിജൻസ്, ഗ്ലോബൽ ഇന്റലിജൻസ്, ജെൻഡർ ഇന്റലിജൻസ്, സ്പെസിഫിക് ഇന്റലിജൻസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട്. സിമ്പിൾ അല്ലേ? ജീതു, ഷഹില, മഞ്ജു. ചോദ്യം വായിച്ചപ്പോ എന്റെ മൈൻഡിൽ ഒരു ജി വന്നിരുന്നു. ഓപ്ഷൻ കണ്ടതോടുകൂടി ആ ജി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് കുറച്ച് ആളുകൾക്ക് പറ്റിയത് അല്ലെ? കുറച്ച് ആളുകൾക്ക് അതാണ് പറ്റിയത്. ചോദ്യം വായിച്ചപ്പോ സ്പിയർമാനും ജിയും എസും ഒക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഓപ്ഷൻ കണ്ടപ്പോ ജനറൽ, ഗ്ലോബൽ, ജെൻഡർ, സ്പെസിഫിക് അത് പോയി. ഏതൊക്കെയാ 2 ഫാക്ടർ? 2 ഫാക്ടർ ഏതൊക്കെയാ? ഒന്ന് ജി ഫാക്ടർ അല്ലെ, പൊതുവായ ബുദ്ധി. എല്ലാവർക്കും ജന്മന ഉണ്ടാവുന്നത് ഏതാണ്? പൊതുവായ ബുദ്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാ? എസ് ഫാക്ടർ. എന്താ? സ്പെസിഫിക്. രണ്ടാമതാണ് ഏത്? സ്പെസിഫിക് എന്ന് പറയുന്നത് സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോ ജനറൽ ഇന്റലിജൻസും സ്പെസിഫിക് ഇന്റലിജൻസും എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. അയാളുടെ പേരിൽ തന്നെ ഏതുണ്ട്? സായും പായും അവിടെ തന്നെ ഉണ്ട്. അത് തന്നെയല്ലേ സ്പിയർമാൻ എന്നുള്ളത്. സവിശേഷ ബുദ്ധി, പൊതുവായ ബുദ്ധി എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട് അല്ലെ? ഈ സവിശേഷ ബുദ്ധിയാണ് ഇവിടെ ഈ കൊടുത്ത സ്പെസിഫിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പൊതുവായ ബുദ്ധിയാണ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനിയോ ഈ ജി ഫാക്ടർ എടുത്തു ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സ്പിയർമാന്റെ ജി ഫാക്ടർ കാറ്റലിന്റെ ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അവിടെയാണ് ഏത് ഉത്തരം? ദ്രവബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ. ദ്രവബുദ്ധി, കാറ്റലിന്റെ ദ്രവബുദ്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പിയർമാന്റെ ജി ഫാക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവൻ എന്ന് പറയുന്നത് ദ്രവത്തിൽ നിന്നുണ്ടായതാണ്. ജീവജലം എന്നുള്ളതൊക്കെ നമ്മൾ പറയൂലേ, അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ജീവജലം, ജീവൻ ദ്രവത്തിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടേക്ക് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കാറ്റലിന്റെ ദ്രവബുദ്ധിയും സ്പിയർമാന്റെ ജി ഫാക്ടറും ഒരേപോലെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അത്രയും അവിടെ ഓർത്തിരിക്കാം. ഇനി ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഏത്? ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്, ഒരു പട്ടിയെ തലോടുന്നത്, ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത്, മിഠായി നൽകുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ സൈക്കോളജിസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ചിന്തിക്കും. അതാണ് പ്രശ്നം ഉണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഞാൻ സൈക്കോളജി തിയറി ഒക്കെ പഠിച്ച ആളാണ് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യും? അങ്ങട് ചിന്തിക്കും. ഇവിടെ 3 എണ്ണത്തിന് ഒരു സ്വഭാവമുണ്ട്. കൂട്ടത്തിൽ പെടാത്തത് മാത്രം ചിന്തിച്ചാൽ മതി. അവിടെ എന്താ? എന്ത് കഷ്ടാണ് നോക്കി, 21%. നിങ്ങൾ സൈക്കോളജി തിയറി പഠിച്ച പോലെ ചിന്തിച്ചു, അതാണ് പ്രശ്നമായത്. ജീത്തു, ചിത്ര, ശരണ്യ. ഇവിടെ മിഠായി കൈകൊണ്ട് കൊടുക്കുന്നതല്ലേ, ഒരു ഗ്ലാസ് കുടിവെള്ളം കൈകൊണ്ട് കൊടുക്കുന്നതല്ലേ, ഒരു പട്ടിയെ തലോടുന്നത് കൈകൊണ്ട് കൊടുക്കുന്നതല്ലേ, ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത് അത് വായ കൊണ്ടുള്ള പരിപാടിയല്ലേ? പ്രാഥമികമാണോ? പ്രാഥമികമാണോ? അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ആകെ ചിന്തിച്ചത് കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് കൊടുക്കുക എന്നുള്ള ലെവലിൽ ഞാൻ വെരി ഗുഡ്, സിറ്റ് ഡൗൺ, എക്സലന്റ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് സാറേ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ചിന്ത പോയ പോക്ക് അല്ലെ?
നിങ്ങൾ ആ ലെവലിലാ ചിന്തിച്ചത്. മറ്റതൊക്കെ ഡയറക്റ്റാ, കുട്ടിക്ക് ഡയറക്റ്റ് കിട്ടി. നേരെ മറിച്ച് അവിടെ പറയാണ് കുട്ടിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതും ഇതൊക്കെ സെയിം അല്ലേ? മനസ്സിലായോ? ഇവിടെ എല്ലാം ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ടച്ച് വന്നു. പട്ടിയെ തലോടുന്നത് ഡയറക്റ്റ് അല്ലേ? പട്ടിക്ക് ഡയറക്റ്റ് ഒരു കാര്യം കിട്ടി. ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത് ഡയറക്റ്റ് ഒരു കാര്യം കിട്ടി. ഒരു മിഠായി നൽകുന്നത് ഒരു സംഭവം കിട്ടിയില്ലേ? ടീച്ചർ നിൽക്കുന്നിടത്ത് നിന്നിട്ട് വെരി ഗുഡ് മോനെ സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്ത് കിട്ടി? മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇതൊന്നും നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടതല്ല. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ സെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടതാ? അപ്ലൈ ചെയ്യേണ്ടതാ. പക്ഷെ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് തിയറി വെച്ചിട്ടാ. അവിടെ തിയറിയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നോർമലി എന്താണ് പ്രാഥമികമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അല്ലേ, മറ്റത് സെക്കൻഡറി അല്ലേ, വായ കൊണ്ട് അവിടെ നിന്നിട്ട് പറയല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾ കുറെ ആൾക്കാർ ചിന്തിച്ചത് ബാക്കി 3 ക്ലാസ് റൂമിലല്ല, ഇത് കുട്ടിയെ പ്രശംസിക്കുന്നത് മാത്രമാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്. ഇവിടെ പട്ടിയെ തലോടിയിട്ടാണ് നമ്മൾ തിയറി പഠിച്ചത്. ആലോചിച്ച് നിങ്ങൾ, പാവ്ലോന്റെ പട്ടീന്റെ പരീക്ഷണം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. പ്രബലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് അല്ല റീഇൻഫോഴ്സർ എന്നുള്ളതിലാണ് വരുന്നത് കേട്ടോ. പട്ടിയിലും പൂച്ചയിലും ഒക്കെ ഉള്ള തിയറി വെച്ചിട്ടല്ലേ നമ്മൾ കുട്ടിയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇതിലെന്തില്ല, ഇതില് നിങ്ങൾക്ക് തല പൊക്കിക്കാനൊന്നുമില്ല. 3 നേരിട്ട് കൊടുക്കുന്നു, 1 നേരിട്ട് കൊടുക്കുന്നില്ല. അത്രയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക, കൂളായിട്ട് നിൽക്കുക. നിങ്ങൾ സൈക്കോളജി പഠിച്ച ആളുകളായിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ മുന്നിൽ നിൽക്കല്ലേ. നിങ്ങൾ നോർമൽ ആയിട്ട് ഞാൻ ഒന്നും അറിയാത്ത ഒരാളാണ്, നോർമൽ ഒരാളാണ് എന്നുള്ള ലെവലിൽ ചിന്തിക്ക്. നിങ്ങൾ സൈക്കോളജി പഠിച്ച ആളാണ്, ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന ആളാണ് എന്നുള്ള ലെവലിൽ എല്ലാറ്റിനും കൊണ്ട് തിയറി അപ്ലൈ അല്ലേ കേട്ടോ. നെക്സ്റ്റ്, മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് തെറ്റായ പഠനം, പ്രതിരോധ തന്ത്രങ്ങൾ, സ്വപ്നം കാണുന്നത്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അത് പിന്നെ നമുക്കിനി മനോവിശ്ലേഷണ സിദ്ധാന്തം അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സിഗ്മണ്ട് ഫ്രോയിഡിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ നോർമലി എന്താലോചിച്ചാൽ കിട്ടുന്നതാ. നോർമലി നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, എന്റെ വികാരങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തിയത് കൊണ്ടാണ് എനിക്ക് മെന്റൽ ആയ പോലെയാണ് എന്നൊക്കെ തോന്നുന്നേ എന്നുള്ളത് നമ്മൾ നോർമലി ചിന്തിക്കുന്ന കാര്യമാണ് അല്ലെ. ഇതിന് സൈക്കോളജി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെയാണ് നമ്മൾ പറഞ്ഞത് നോർമൽ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും. നിങ്ങൾ സാധാരണക്കാരനായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇപ്പൊ ചീതു, ചിത്ര, ശരത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നോർമലി ഇത് പറയുന്നത് എന്താ? ദമനമാണ് കേട്ടോ. ദമനമാണ്. അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചമർത്തി വെക്കുന്നത്, അബോധാവസ്ഥയിലേക്ക്, അബോധ മൈൻഡിലേക്ക് തള്ളിവിടുന്നത് എന്നൊക്കെ പറയുന്നത് ഏതാണ്? ദമനമാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അടിസ്ഥാനത്തിൽ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്ക് പിഴവ് സംഭവിക്കുന്നത്, നാക്ക് പിഴവ് സംഭവിക്കുന്നത് ഒക്കെ ഏതുകൊണ്ടാണെന്ന് പറയുന്നത്? ദമനം കൊണ്ടാണ്. അതും കൂടെ ഇവിടെ ഓർമ്മ വേണം കേട്ടോ. നമ്മുടെ സമായോജന തന്ത്രങ്ങളിൽ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ് ആഗ്രഹങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് കൊണ്ടാണ് മനോരോഗം ഉണ്ടാകുന്നത് എന്നുള്ളത്. 1. 2, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അടിസ്ഥാനത്തിൽ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ദമനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ഓർക്കാ പുറത്ത് അറിയാതെ വേറെ വാക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഇടകലർന്ന് പോകുന്നത്. അയ്യോ സോറി എന്ന് പറയില്ലേ നമ്മൾ. എന്നിട്ട് നമ്മൾ നാക്ക് പിഴവ് സംഭവിച്ചിട്ട് ഏതെങ്കിലും വാക്കൊക്കെ പുറത്തു വരില്ലേ? ആ പുറത്തു വരുന്നതൊക്കെ ഏതുകൊണ്ടാണ്? ദമനം കൊണ്ടാണ് എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഏതിലൊക്കെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ദമനമാണ് ഈ പറയുന്ന ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ, ഒപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ, ആശയ പഠനം ബ്രൂണർ, നിരീക്ഷണ പഠനം തൊണ്ടൈക്ക്.
ഇന്നിപ്പോ ഈ വന്ന 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെതും ഇവിടെ കാണാം. കാരണം ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്ത് സ്കിന്നർ പ്രാവ് എന്ന് ഓർത്താൽ മതി, പ്രോഗ്രാംഡ് ലേണിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, പരിക്രമീകൃത പഠനം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിരീക്ഷണ പഠനം ബന്ദൂര എന്ന് പറഞ്ഞു. ജീതു, ചിത്ര, ശരത്ത് അല്ലെ? നിരീക്ഷണ പഠനം ആരുടേതാ? ആൽബർട്ട് ബന്ദൂര എന്നുള്ളത് എന്ത് ചെയ്തു അവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. തൊണ്ടയ്ക്കേണ്ടത് ഏതാണ്? സംബന്ധവാദം എന്ന് പറയുന്നത്, സംബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് കണക്ഷനിസം ആണ്. ആരുടേത്? തൊണ്ടയ്ക്കിൻ്റെത് കേട്ടോ. സംബന്ധവാദം, കണക്ഷനിസം, ശ്രമപരാജയ സിദ്ധാന്തം എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്യണം? അവിടെ ഓർത്തിരിക്കണം കേട്ടോ. ആശയ പഠന മാതൃക ബ്രൂണർ കേട്ടിട്ടില്ലേ? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ആശയാദാന മാതൃക, ആശയ പഠനം, ആശയാർജന മാതൃക കേട്ടിട്ടില്ലേ? ആ ഇവിടെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു പോണം. ക്ലാസിക്കൽ കണ്ടീഷനിങ്, അനുബന്ധനം, പാവ്ലോ, ഓപ്പറന്റ് കണ്ടീഷനിങ്, പരിക്രമീകൃത ബോധനം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരുടെയാ? സ്കിന്നറുടേതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? അവിടെ ഓർത്തിരിക്കണം. പിന്നെയോ ആശയപഠനം, ആശയാധാര മാതൃക, നിരീക്ഷണ പഠനം ആരുടേതാണ്? ബന്ദൂരയുടേതാണ്. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഗോൾമാന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റു ബുദ്ധി രൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. വിശകലനാത്മക ബുദ്ധിക്ക്, സർഗാത്മക ബുദ്ധിക്ക്, വൈകാരിക ബുദ്ധിക്ക്, പ്രായോഗിക ബുദ്ധിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം വരുമ്പോഴത്തേക്ക് കുറെ ആളുകൾ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? കുറെ ആളുകൾ കയറിയിട്ട് കമന്റ് ചെയ്യുക, ഉത്തരം കമന്റ് ചെയ്യുക. ആ ശീലം നല്ലതല്ല കേട്ടോ. നിങ്ങൾക്ക് 7-ാം തീയതി അറിയാൻ പറ്റും. 7-ാം തീയതിയും 24-ാം തീയതിയും ചാടിക്കേറി കറുപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് 3/16 നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചാടിക്കേറി കറുപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ടേ 3/16 നിങ്ങൾക്ക് മനസ്സിലാവും. 7-ാം തീയതിയും 24-ാം തീയതി അന്ന് നിങ്ങൾ പറയും ഒന്ന് ആലോചിച്ച് കറുപ്പിച്ചാൽ മതിയായിരുന്നു. 2-3 എണ്ണം ഞാൻ എന്ത് ചെയ്തു? ചാടിക്കേറി കറുപ്പിച്ചു എന്നുള്ളത് കേട്ടോ. ജീതു, ചിത്ര, ശരത്ത് അവിടെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരല്ലേ? ആകെ നമുക്ക് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നതിൽ ഏതേ ഓർത്തിരിക്കാനുള്ളൂ? ഏതേ ഓർത്തിരിക്കാനുള്ളൂ? നിങ്ങൾ ദുൽഖർ സൽമാൻ എന്ന് പഠിക്കുന്നില്ലേ? ദുൽഖർ സൽമാനെ മാത്രം ഓർത്തിരുന്നാൽ മതി. ദുൽഖർ സൽമാനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അവിടെ DQ എന്ന് നമ്മൾ ആരെ പറയുന്നുണ്ട്? ദുൽഖർ സൽമാനെ പറയുന്നുണ്ട്. അത് D മാറ്റിയിട്ട് നമുക്ക് E ആക്കണമെന്നേ ഉള്ളൂ. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെ പഠിക്കുന്നുണ്ട്? ഈ സൽമാൻ ആരാ? പീറ്റർ സലോവയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം കൊണ്ടുവന്നത്. വൈകാരിക മാനം, ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ളത് ആരാണ്? ഗോൾമാൻ ആണ്. അപ്പൊ സലോവയും ഗോൾമാനും കൂടെ ചേർത്ത് സൽമാൻ എന്നാക്കുന്നു. അത് DQ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? EQ എന്നാക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വൈകാരിക ബുദ്ധി എന്നുള്ള ആശയം പീറ്റർ സലോവയുടേതാണ്. വൈകാരിക ബുദ്ധി പ്രചരിപ്പിച്ചത് ആരാണ്? ഗോൾമാൻ ആണ്. ഈ 2 എണ്ണം ചേർത്ത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാം കേട്ടോ. കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് വൈകാരിക വികാസ സിദ്ധാന്തമാണ്. അത് നമ്മൾ വൈജ്ഞാനിക വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം, ശാരീരിക ചലന വികാസം എല്ലാം വികാസ സിദ്ധാന്തങ്ങളാണ്. അവരെ അവിടെ വിടുക കേട്ടോ. അതെല്ലാം വികാസ സിദ്ധാന്തങ്ങളാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ശിശു വികാസത്തിൽ പറയുന്ന കാര്യങ്ങൾ. സൽമാൻ സലോവയും ഗോൾമാനും കൂടെ ചേർന്ന്, സലോവയാണ് ആശയം കൊണ്ടുവന്നത്, ഗോൾമാൻ ആണ് പ്രചരിപ്പിച്ചത്. പക്ഷെ
വൈകാരിക മാനം എന്നത് ആരുടേതാണ്? ഗോൾഡ്മാന്റേതാണ്. അത്രേ ഉള്ളൂടെ. നെക്സ്റ്റ്, അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ്? അസുബൽ, സ്കിന്നർ, വൈഗോട്സ്കി, ബ്രൂണർ. ഇത് പിന്നെ അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുന്നതാണ്. ഇയാളെ നമ്മൾ അങ്ങനെ വളരെ ഡീപ്പായിട്ട് പഠിക്കാറൊന്നുമില്ല. സീക്വൻഷ്യൽ കരിക്കുലം, ഹോളിസ്റ്റിക് അപ്രോച്ച്, സീക്വൻഷ്യൽ പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരെ പറയും? ഇത് നേരെ മറിച്ച് അയാളുടെ ആ മോഡൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അനുക്രമ പഠന പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം തന്നെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുള്ളതാ? കാണാപാഠം പഠിച്ചു പോകാറുള്ളതാ. ജീതു, ചിത്ര, ശരത്. അഡ്വാൻസ് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ആരെ പറയാറുണ്ട്? ഡേവിഡ് അസുബൽ, ഒസുബൽ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പൊ അനുക്രമ പഠന പദ്ധതി ആരുടേതാണ്? അസുബലിന്റേതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കാം. സ്കിന്നർ ആണ് രേഖീയ പഠനം, വൈഗോട്സ്കി ആണ് അനുഭവങ്ങളിലൂടെ പഠന നിർമ്മാണം, ബ്രൂണർ ആണ് സർപ്പിളാകൃതി ചാക്രികാരോഹണ രീതി. രേഖീയ രീതി സ്കിന്നർ, അനുഭവങ്ങളിലൂടെ പഠനം നിർമ്മിക്കുന്നത് വൈഗോട്സ്കി, ബ്രൂണർ ആണ് ചാക്രികാരോഹണ രീതി. ഇതൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുള്ളതാ? ചോദിക്കാറുള്ളതാണ് കേട്ടോ. സ്കിന്നർ രേഖീയ മാതൃക, വൈഗോട്സ്കി അനുഭവങ്ങളിലൂടെ പഠന നിർമ്മാണം, ബ്രൂണർ ചാക്രികാരോഹണ രീതി കേട്ടോ. നിങ്ങൾ ആൾറെഡി ടച്ച് ചെയ്ത ആളുകളല്ലേ, ഓർമ്മ വരണതൊക്കെ. നെക്സ്റ്റ്, വിവര വിശകലന സിദ്ധാന്തം. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ഗാർഡ്നർ, സ്റ്റെർബർഗ്, തേഴ്സ്റ്റൺ, സ്പിയർമാൻ. വിവര വിശകലന സിദ്ധാന്തം ജീതു, വിനിഷ, ഫാത്തിമ. ഇതാരുടേതാ? സ്റ്റേൺബർഗിന്റേതാണ് കേട്ടോ. സ്റ്റേൺബർഗിന്റെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ട്രയാർക്കിക് സിദ്ധാന്തം, ഒന്ന് വിവര വിശകലനം. വിവരം എങ്ങനെയാണ് കയറുന്നത്, വിവരം എവിടെയാണ് വെക്കുന്നത്, വിവരം ഏതിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ആ വിശകലനം ചെയ്ത് കാണിച്ചതെന്നാണ് ഏത്? സ്റ്റേൺബർഗ് എന്ന് പറയുന്നത്. ഒന്ന് ട്രയാർക്കിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. ട്രയാർക്കിക് സിദ്ധാന്തം എന്തേ ഉള്ളൂ? ബർഗർ തയ്യാറാക്കുന്ന വിധം എന്ന് കൂട്ടി പഠിച്ചാൽ മതി കേട്ടോ. സ്റ്റേൺബർഗിന്റെ സിദ്ധാന്തം മനസ്സിലാക്കാൻ ബർഗർ തയ്യാറാക്കുന്ന വിധം എന്ന് കൂട്ടി പഠിച്ചാൽ മതി. അപ്പൊ ട്രയാർക്കിക് എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. ബർഗർ തയ്യാറാക്കുന്ന വിധം നമ്മൾ എങ്ങനെ ചെയ്യാ? ഒരു എക്സ്പെരിമെന്റ് ആയിട്ടല്ല ചെയ്യാ. ബർഗർ തയ്യാറാക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാ. അപ്പൊ എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്. പിന്നെന്തോ? ബർഗർ ഉണ്ടാക്കാൻ കോമ്പണൻസ് വേണം, കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്. ഇത്ര ആയി കഴിഞ്ഞ് നമ്മൾ ബർഗർ ഒക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ബർഗർ ഉണ്ടാക്കുന്ന കോണ്ടെക്സ്റ്റിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മത്സരിക്കാം. കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസ്. ഇങ്ങനെ മൂന്നെണ്ണമാണ് ആർക്കുള്ളത്? സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? ബർഗർ തയ്യാറാക്കുന്ന വിധം, അത്രയേ ഉള്ളൂ. അതാണ് ബർഗർ തയ്യാറാക്കുന്ന എന്നുള്ള ലെവലിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ട്രയാർക്കിക് സിദ്ധാന്തം, തയ്യാറാക്കുന്ന സിദ്ധാന്തം എന്നുള്ളത് എക്സ്പെരിമെന്റ് ആയിട്ടാണ് നടത്തുന്നത്. എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്. കോമ്പണൻസ് വേണം, കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്. ഏത് കണ്ടസ്റ്റിലും പങ്കെടുക്കാം, കണ്ടക്സ്റ്റൽ ഇന്റലിജൻസ് കേട്ടോ. ഇപ്പൊ രണ്ട് സിദ്ധാന്തങ്ങളാണ് മെയിൻ ആയിട്ട് അയാൾക്ക് ഓർത്തിരിക്കാനുള്ളത്. വിവര വിശകലന സിദ്ധാന്തം, പിന്നെയോ ട്രയാർക്കിക് സിദ്ധാന്തം. ഇതാണ് എന്ത് ചെയ്യാറുള്ളത്? അവിടെ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഗാർഡിനറിന്റേതാണെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ഗാർഡിനറുടേതാണെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. പിന്നെയോ തേഴ്സ്റ്റന്റേതാണെങ്കിൽ സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി. സ്പിയർമാന്റേതാണെങ്കിൽ സവിശേഷ ബുദ്ധി, പൊതുവായ ബുദ്ധി, ടു ഫാക്ടർ എന്ന് പറഞ്ഞിട്ട്.
ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ ഓർത്തിട്ട്. വിവര വിശകലനം ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് വിവരങ്ങൾ പ്രവേശിക്കുന്നത്, അത് ഏതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വരച്ച് കാണിച്ചിട്ടുള്ള ആ വിവര വിശകലന സിദ്ധാന്തം കേട്ടോ. തേഴ്സ്റ്റിന്റെ സംഘഘടക സിദ്ധാന്തം, സ്പിയർമാന്റെ 2 ഫാക്ടർ ദ്വിഘടക സിദ്ധാന്തം, ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. നെക്സ്റ്റ്, സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, മാർക്ക് സമ്പ്രദായം, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ജീതു, അഷി, അപർണ, ഇവിടെ നമുക്ക് നോർമലി ഉള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. നമ്മൾ ചിന്തിക്കുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സഹവൈജ്ഞാനിക മേഖലകളെയല്ല വിലയിരുത്തുന്നത്. അവിടെ എന്താ വിലയിരുത്തുന്നത്? അവിടെ ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് തന്നെ ആകെ 60 ടോപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് ടഫ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 55നും 60നും ഇടക്ക് കിട്ടിയവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? A+ ആയി കണക്കാക്കാം. അത് അപ്പൊ തീരുമാനിക്കുന്ന സംഭവം മനസ്സിലായോ? അവിടെ സഹവൈജ്ഞാനിക മേഖലകൾ എന്നും എന്ത് ചെയ്യുന്നില്ല? വിലയിരുത്തുന്നില്ല. നമ്മൾ PSCക്ക് കട്ട് ഓഫ് വെക്കുന്നില്ലേ? പരീക്ഷ കഴിഞ്ഞിട്ട് 62 കട്ട് ഓഫ്, അല്ലാതെ മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? 90 കട്ട് ഓഫ് എന്ന് മുന്നേ വെക്കുകയാണെങ്കിൽ അത് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് കേട്ടോ. കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പരിധി നിശ്ചയിക്കുന്നതാണെങ്കിൽ അത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. 80/90 A, 90/100 A+ എന്നൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഏതാണ്? അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. എന്നാൽ ക്ലാസ്സിൽ പേപ്പർ കിട്ടിയതിന് ശേഷം ഏറ്റവും ടോപ്പ് മാർക്ക് 45 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 40/45 എന്ന് പറയുന്നത് ഏതാണ്? A ആയി കണക്കാക്കുന്നു. 35/40 B ആയിട്ട് കണക്കാക്കുന്നു. ടീച്ചർ അപ്പൊ പിടിച്ചിട്ട് ഒരു ഗ്രേഡിംഗ് ഉണ്ടാക്കൂലേ? അതാണ് ഏത്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഡയറക്റ്റ് ഗ്രേഡിംഗിലാണ് എന്ത് ചെയ്യുന്നത്? ഒപ്പം മറ്റ് വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് 4 ഗ്രേഡ് അല്ലേ ഉള്ളൂ. ജസ്റ്റ് ABCD എന്നുള്ള ലെവലിൽ 4 ഗ്രേഡ് അല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് സയൻസിന് എന്ത് ചെയ്തു? ബയോളജിക്ക് എനിക്ക് B കിട്ടി, മാത്സിന് എനിക്ക് C കിട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് പെട്ടെന്ന് മറ്റു വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? വിലയിരുത്താൻ പറ്റുന്നത് ഏതാണ്? ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ 9 പോയിന്റ്, 5 പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ വരുന്ന സഹവൈജ്ഞാനിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പമുള്ള സബ്ജക്റ്റുകൾ കേട്ടോ. അവിടെ അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യേണ്ട? കടന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് മൂന്നും എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മാർക്ക് അതേപോലെ തന്നെ ഗ്രേഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചു വരുന്നു. ഇവിടെയാണെങ്കിൽ സഹവൈജ്ഞാനിക മേഖല എന്ന് പറയുമ്പോൾ അവിടെ ഏത് മാത്രമേ അവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നുള്ളൂ? ഡയറക്റ്റ് ഗ്രേഡിംഗ് മാത്രമേ അവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇനി ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഓരോ ചോദ്യത്തിനും ഓരോ ഗ്രേഡ് കൊടുക്കും. ഇപ്പൊ ഷോർട്ട് നോട്ട് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഗ്രേഡ് കൊടുക്കും. അതേപോലെ തന്നെ എല്ലാറ്റിനും എന്ത് കൊടുക്കും? ഗ്രേഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഇനി ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ റോൾ, ജെൻഡർ ഐഡന്റിറ്റി.
ഈ സാധനങ്ങൾ മലയാളത്തിൽ തരാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജീതു, അഷി, അപർണ, ഇവിടെ എന്തേ ഉള്ളൂ? ജെൻഡർ ബയാസ് ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇത് രണ്ടും ഒരേ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുക ചോദിക്കുക കേട്ടോ. ഇവിടെ പറഞ്ഞുതരാം. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ്? അവിടെ പാർഷ്യാലിറ്റി കാണിക്കല്ലേ? അവിടെ പാർഷ്യാലിറ്റി കാണിക്കല്ലേ? ലിംഗവ്യത്യാസം കാണിക്കല്ലേ? അവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലെവലിൽ ലിംഗവ്യത്യാസം കാണിക്കല്ലേ? അപ്പൊ അവിടെ ആൻസർ ഏതായിരിക്കും? എപ്പോഴും ഒന്നുകിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനം എന്നുള്ളത് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ ബയാസ് ഉണ്ടാവും. ഇത് രണ്ടും ഒരേ അർത്ഥത്തിലാണ് ചെയ്യുന്നത് അവിടെ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് പെൺകുട്ടികൾ ആരും തന്നെ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. അതായത് എന്താണ്? കാലങ്ങളായിട്ട് കൈമാറി വരുന്നതാണ് ഏത്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. അപ്പൊ നമുക്ക് അവിടെ എന്താ? ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളാണ് ലീഡർ ആവേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. വീട്ടിൽ എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അച്ഛനാണ് എന്ന് പറഞ്ഞാൽ അത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. നേരെ മറിച്ച് ക്യൂസ് കോമ്പറ്റീഷന് വേണ്ടി ഒരു ടീച്ചർ എപ്പോഴും പെൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുന്നു, അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്, ജെൻഡർ ബയാസ് ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി? എതിർ ലിംഗത്തിലുള്ള ആളുടെ ഫീലിംഗ് മനസ്സിലാക്കുന്നതാണ് ഏത്? ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എതിർ ലിംഗത്തിന്റെ ഫീലിംഗ് മനസ്സിലാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്? ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ റോൾ എന്ന് പറയുമ്പോൾ അവിടെ ആൺ പെൺ എന്ന വ്യത്യാസത്തിനപ്പുറം അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? അവൻ ഗൈ ആണ്, അവൻ അവൾ ലെസ്ബിയൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേതിൽ തന്നെ തരംതിരിവ് കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്ത്രൈണത, പൗരുഷം എന്ന് പറഞ്ഞിട്ട് പുരുഷനോട് തന്നെ ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പ്, സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ ആഗ്രഹമുള്ള വേറൊരു ഗ്രൂപ്പ് കേട്ടോ. സംഭവം മനസ്സിലായല്ലോ? ഇവിടെ ആൺ പെൺ വ്യത്യാസത്തിനപ്പുറം ഒരു ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു റോള് നമ്മൾ എത്രത്തോളം നമ്മുടെ പുരുഷത്വം കാണിക്കുന്നു എന്നുള്ളതിന് അനുസരിച്ചൊരു റോൾ. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ്, ഗൈസ്, LGBT എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കണ്ടിട്ടില്ല നിങ്ങൾ? അവിടെ ആൺ പെൺ എന്നല്ല, അതിനപ്പുറം ലിംഗഭേദം എന്നാണ് മലയാളം പറയുക. കിട്ടിയോ? ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ നിങ്ങൾക്ക് മലയാളത്തിൽ ഇനിയും വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൂടെ എന്ത് ചെയ്യാം, എല്ലാം കൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇതിന്റെ ഒരു സ്ലൈഡ് ഞാൻ ഇട്ടുതരാം. ഇന്നിപ്പോ ഞാനത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ റോള്, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് ആയിട്ട് തന്നെ ഞാൻ ആഡ് ചെയ്ത് തരാം. ഇപ്പൊ ഇനി അതിൽ മേൽ കെട്ടിമറിയണ്ട കേട്ടോ. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്? പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത്. ജെൻഡർ റോള് ഞാൻ പറഞ്ഞല്ലോ, ആൺ പെൺ വ്യത്യാസത്തിന് പുറമെ കൂട്ടം എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നു? ലിംഗഭേദം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഗൈ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമ്മൾ തിരിക്കൂലേ? അതായത് മനുഷ്യന്റെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് തിരിക്കൂലേ കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ് ഇടും. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് പ്രത്യേകം നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ് ഏത്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ്സിൽ ആൺകുട്ടികളാണ് ലീഡർ ആവേണ്ടത്, പിന്നെയോ പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെയോ വാർഡ് മെമ്പർ ആവേണ്ടത് എപ്പോഴും ആരാണ്? ആണുങ്ങളാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് പുരുഷന്മാരാണ്. ഇതൊക്കെ എന്താ? പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ്. നമ്മൾ എഴുതി വെക്കാതെ കൈമാറി വരൂലേ കേട്ടോ. ഓക്കെ, അപ്പൊ അതിനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനിയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളതൊക്കെ എന്താണ്? അതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അതിലൊരു ചോദ്യം ഉണ്ട്. അതിന്റെ ഒരു മലയാളം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ചോദ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഇതല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പൊ അതിൽ വന്ന
ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗഭേദം ജെൻഡർ റോൾ, ലിംഗ സ്ഥിര രൂപം ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ലിംഗ സമത്വം. ഇതൊക്കെ ഇനി ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ലിംഗസ്ഥിര രൂപം എന്നുള്ളതാണ് ഏതിന്റെ മലയാളം? ലിംഗസ്ഥിര രൂപം ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഏകദേശം 10ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാവും. ഇതിപ്പോ ഒരു ചോദ്യമല്ലേ ആയിട്ടുള്ളൂ. അതിൽ നിങ്ങൾ ഏത് പഠിക്കുക? പാരമ്പര്യമായിട്ട് വരുന്നത് ലിംഗ സ്ഥിര രൂപം ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള വ്യത്യാസം, പെൺകുട്ടികളുടെ അസൈൻമെന്റിനെല്ലാം ഫുൾ മാർക്ക് നൽകുന്നു. ഏതാ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്, ജെൻഡർ ബയാസ് ആണെന്ന് പറയാം. അത് രണ്ടും ഒരേ അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ. അത് രണ്ടും ഒരേ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്രകടനപരത ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ബധിരമൂക കുട്ടികൾക്ക്, പിന്നോക്കക്കാരായ കുട്ടികൾക്ക്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, പ്രതിഭാസമ്പന്നരായ കുട്ടികൾക്ക്. പ്രകടനപരത ബുദ്ധിമാപിനി ഇത് നമ്മൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാ. ഇത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പ്രകടനപരത ബുദ്ധിമാപിനി എന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? പ്രകടനപരത ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് കേട്ടോ. ജിതു, അഷി, ഷംസി. അതായത് നമ്മൾ താഴെ നോർമലി പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പറയാന്നറിയോ? 70 താഴെയുള്ള മന്ദ പഠിതാക്കളായിട്ടുള്ള, അതായത് ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകം പറയുന്നതാണ് ഏത്? ഇത് നോർമലി പറയാറുള്ളത് 70 താഴെ നമ്മൾ മന്ദ പഠിതാക്കൾ എന്ന് പറയുമല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ അവിടെ സൂചിപ്പിച്ച് പഠിക്കുന്ന ഒന്നാണ് ഏത് എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം. പക്ഷെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്? ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്രകടനപരത ഇംഗ്ലീഷ് അത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രകടനപരത ബുദ്ധിമാപിനി എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏതാണ് ഉത്തരം? ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഇത് പ്രകടനപരത ബുദ്ധിമാപിനി എന്ന് പറയുന്നത് കേട്ടോ. ബുദ്ധിമാപിനി എന്ന് പറഞ്ഞാൽ നമ്മൾ IQ ടെസ്റ്റ് ഇല്ലേ, IQ നടത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് പ്രത്യേകം നമ്മൾ നടത്തൂലേ. അല്ലാതെ നമ്മൾ നടത്തുന്ന IQ ടെസ്റ്റ് ഒക്കെ ഓർക്ക് നടത്താൻ പറ്റുമോ? മനസ്സിലായോ? ഇവിടെ IQ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രകടനപരത ബുദ്ധിമാപിനി ആർക്കാണ്? ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കാണ് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ്, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് കുടുംബം, അയൽപക്കം, സ്കൂള്, മതം. ഇതായിരിക്കും ചിലപ്പോൾ ഏറ്റവും ടോപ്പ് പോള് വരുന്നത്. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് സമാധാനം. പ്രകടനപരത ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞുതരാം അത് എന്താണെന്നുള്ളത്, അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത്. ജീതു, അഷി, ഷംസി. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസമാണ്. വിലോപം, ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം. വിലോപം, ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. എന്നിട്ടും എങ്ങനെയാണ് തെറ്റുന്നത്? ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് അല്ലേ? അപ്രത്യക്ഷമായ ഒന്നിനെ വീണ്ടും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതിന്റെ വാക്ക് ഏതാ നോക്കിയാ പോരെ. അപ്രത്യക്ഷമായ ഒന്നിനെ നമ്മൾ വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏതാ നോക്കിയാ പോരെ. അതേതാ? പുനഃപ്രാപ്തി എന്ന് പറയുന്നത് കേട്ടോ.
പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. വിലോപം എന്ന് പറയുന്നത് ജീതു, അഷി, ഷംസി. നമ്മള് അനുബന്ധനം ഉണ്ടാക്കിയിട്ട് അതിന് കറക്റ്റ് ആയിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്തില്ല, ഇതൊക്കെ ചോദിക്കുന്ന കേട്ടോ. ഇതിൽ ചോദക സാമാന്യവൽക്കരണമൊക്കെ ആൾറെഡി ചോദിച്ചാണ്. ഇതെല്ലാം ചോദിച്ചതാ. വിലോപം ചോദിച്ചതാണ്. വിലോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പോവുക. അതായത് പട്ടിക്ക് ബിരിയാണി കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അതായത് നമ്മൾ ബെല്ലുണ്ടാക്കി, ബെല്ലടിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, ബിരിയാണി കൊടുക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു, പട്ടിയുടെ വായിൽ വെള്ളം വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബെല്ലടിച്ചു, എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പൊ കുറച്ച് ഉമിനീര് വന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ബെല്ലടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, പട്ടി വിചാരിക്കുന്നു ഇതൊന്ന് പോയി പണി നോക്ക്, വെറുതെ ബെല്ലടിച്ചിട്ട് മനുഷ്യന് തരുന്നുമില്ല എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഉമിനീര് നിന്ന് പോകുന്നു. പിന്നെയോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബെല്ലടിച്ചപ്പോ പട്ടിയുടെ വായിൽ വെള്ളം വന്നു. ഏതുപോലെ സലീംകുമാർ പറഞ്ഞ പോലെ ചിലപ്പോ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവിടെ ഉമിനീര് വീണ്ടും വരുന്നു. ഇതാണ് ഏത്, പുനഃപ്രാപ്തി. അപ്പൊ ആ ഒരു മണിക്കൂർ മുന്നേ നിന്ന് പോയതാണ് ഏത്, വിലോപം എന്ന് പറയുന്നത് കേട്ടോ. ഒരു മണിക്കൂർ മുന്നേ ഉമിനീര് നിന്ന് പോയല്ലോ, നീ ഒന്ന് പോയി പണി നോക്ക്, വെറുതെ ബെല്ലടിച്ചിട്ട് മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് എന്നുള്ള ലെവലിൽ അവിടെ നിന്ന് പോകുന്നുണ്ടല്ലോ, അതാണ് വിലോപം. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വന്നു അനുബന്ധനം. അതാണ് ഇത് പുനഃപ്രാപ്തി എന്ന് പറയുന്നത് കേട്ടോ. ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആൾറെഡി നമ്മളൊരു കൃത്രിമ ചോദകം ഉച്ചയ്ക്ക് 1 മണിക്ക് ബെല്ലടിക്കുമ്പോൾ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുന്നു അല്ലെ. ഉച്ചക്ക് 1 മണിക്ക് ബെല്ലടിക്കുമല്ലോ. ഈ ബെല്ലടിച്ച് കുട്ടിക്ക് ശീലമായി 1 മണിക്ക് ബെല്ല് കേൾക്കുമ്പോൾ ഭക്ഷണത്തിനുള്ള ആ ഒരു ത്വര വരുമല്ലോ. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 1 മണിക്ക് അടുത്ത പ്രദേശത്ത് നിന്നും സൈറൺ മുഴങ്ങുന്നുണ്ട്. ഒരു സൈറൺ എന്ത് ചെയ്യുന്നുണ്ട്, മുഴങ്ങുന്നുണ്ട്. അപ്പോ ഈ 1 മണിയുടെ ബെല്ലും ഈ സൈറണും ഏകദേശം അടുത്തടുത്താണ് എന്ത് ചെയ്യുന്നത്, മുഴങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായും കുട്ടി എന്ത് ചെയ്യുന്നു, ഈ ബെല്ലിന്റെ കൂടെ തന്നെ ഉള്ളതാണ്, അതേ സമയത്ത് തന്നെയാണ് ഫാക്ടറിയിൽ നിന്ന് സൈറൺ മുഴങ്ങുന്നതും എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ബെല്ല് കേട്ടിട്ടില്ലെങ്കിലും സൈറൺ കേട്ടാലും കുട്ടിക്ക് എന്ത് ചെയ്യും, ഭക്ഷണത്തിന് സമയമായി എന്ന തോന്നലുണ്ടാവും. അതാണ് 2 തരത്തിലുള്ളത്. ഒന്ന് ഒറിജിനൽ ആണ്, ഒന്ന് അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, വേറെ അനുബന്ധനം കൂടെ വരുന്നു. അതാണ് ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തേ അടുത്ത വീട്ടിലെ കുട്ടിയും എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ വാനിൽ തന്നെയാവും പോകുന്നത്. അപ്പൊ വാനിന്റെ ഓൺ അടിക്കും. ആ വാനിന്റെ ഓൺ അടിച്ച് നമ്മൾ ഇങ്ങനെ ശീലിച്ചു. ആ ഓൺ അടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത വീട്ടിലെ കുട്ടി അമ്മയെ ഞാൻ ഇറങ്ങുക എന്ന് പറയുന്ന സൗണ്ട് ഇങ്ങനെ ദിവസേന കേട്ട് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പിന്നെ ഹോൺ തന്നെ വേണമെന്നില്ല. ഏത് മതി, അടുത്ത വീട്ടിലെ കുട്ടി അമ്മയെ ഞാൻ ഇറങ്ങുക എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരുക്കം ആയി എന്നുള്ളത് ധാരണ കിട്ടും. അപ്പൊ എന്ത് ചെയ്തു, ഹോണിന്റെ കൂടെ വേറൊരു അനുബന്ധനം അവിടെ എന്ത് ചെയ്തു, കയറി വന്നു. അതാണ് എന്ത്, ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങളെ അച്ഛന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു. അച്ഛൻ എടുത്തു വെച്ചപ്പോ അമ്മ പറഞ്ഞു, അച്ഛാ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോ. അതിന്റെ തൊട്ട് പുറകെ വിളി വരുന്നു, മോളെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോ. അപ്പൊ ഇങ്ങനെ ശീലമായപ്പോ എന്ത് ചെയ്തു, കുട്ടിക്ക് പിന്നെ മോളെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വേണ്ട. ഏത് മതി, അച്ഛാ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ എവിടെ വരാൻ തുടങ്ങി, താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. സംഭവം മനസ്സിലായോ? അതായത് നിങ്ങൾക്കുള്ള വിളിയായിരുന്നു യഥാർത്ഥത്തിലുള്ള അനുബന്ധനം. അതിന്റെ കൂടെ നിങ്ങൾ ശീലമായപ്പോ എന്ത് ചെയ്തു, അച്ഛനുള്ള വിളി കേൾക്കുമ്പോ തന്നെ നിങ്ങൾ വരാൻ തുടങ്ങി. അതായത് അത് കേട്ട് വേറൊരു അനുബന്ധനം കൂടെ എന്ത് ചെയ്തു, നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നു എന്നുള്ളത്. അതിനായി അപ്പൊ തന്നെ എന്ത് വരാൻ തുടങ്ങി, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായി എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങി. അത് മനസ്സിലായല്ലോ? ബി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങള് നോർമലി എന്ത് ചെയ്യുന്നു, എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് ആഴ്ചയിൽ ഐസുകാരൻ നമ്മളെ വീടിനടുത്തേക്ക് വരും. അപ്പൊ ആ ഐസിന്റെ ഹോൺ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കാശെടുത്ത് ഓടി ചെല്ലുന്നു. ഇതേ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ആഴ്ച മീൻകാരൻ വരുമ്പോ ഇതേപോലത്തെ ഒരു ഹോണുമായിട്ട് ഒരു മീൻകാരൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് നേരെ ഹോൺ അടിച്ചപ്പോ നമ്മൾ പൈസ എടുത്ത് ഓടിച്ചപ്പോ അവിടെ മീൻകാരനാണ്. അതായത് നമുക്ക് മുമ്പുണ്ടായിരുന്ന ചോദകത്തിന്റെ സാമ്യതയുള്ള ഒരെണ്ണം കണ്ടാൽ നമ്മൾ ഓടിച്ചെല്ലും. മനസ്സിലായല്ലോ? അതാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്.
കേട്ടോ. ഇത് ടേം കേട്ടാലേ നമുക്ക് പ്രയാസമുള്ളൂ. നേരെ മറിച്ച് എക്സാമ്പിളുകളാവുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ അനുഭവിച്ചതാണ് എന്ത് ചെയ്തത്. നമ്മൾ രാത്രി വീട്ടില് അച്ഛൻ മിഠായി കൊണ്ടുവരുന്നത് കാത്ത് റൂമിൽ ഇരിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ ഗേറ്റ് തുറക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛൻ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഓടി ചെല്ലും. എന്താണ് ഇന്ന് കൊണ്ടുവന്നത്, ജംസ് ആണോ ചോക്ലേറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അപ്പുറത്തെ വീട്ടിലെ ആള് അതേ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ഗേറ്റ് തുറന്നു വന്നതാണ്. നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് ഓടിച്ചെന്ന് ജംസ് ആണോ ചോക്ലേറ്റ് ആണോ എന്നറിയാൻ. അപ്പൊ നോക്കുമ്പോൾ അതാരല്ല, അച്ഛനല്ല. അപ്പൊ നമ്മള് അവിടെ ആയതെന്താ, നമുക്കുള്ള ചോദകം എന്തായിരുന്നു, ഗേറ്റ് തുറക്കുന്ന സൗണ്ട്. രാത്രി 10 മണിക്ക് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ശീലമായി. അപ്പുറത്തെ ആള് വന്ന് ഗേറ്റ് തുറന്നപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, അച്ഛനാണെന്ന് വിചാരിച്ചിട്ട് ശീലം. ഇതാണെന്ത്, ചോദക സാമാന്യ വൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരിക കേട്ടോ. അടുത്ത ക്ലാസ് ഞാൻ പറയാം. ഈ രാത്രി 10 മണിക്കൊക്കെ വെച്ചാൽ നിങ്ങൾ വരുമോ? രാത്രി 10 മണിക്കൊക്കെ വെച്ചാൽ നിങ്ങൾ വരുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 10-10:15 എന്ത് ചെയ്യാം, നോക്കിയിട്ട് വെക്കാം കേട്ടോ. വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലെവലിൽ ചെയ്യാം. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൾറെഡി. ഒരു 200-250 ഏകദേശം ഇതുപോലെ അടിച്ചു വെച്ചതുണ്ട്. അപ്പൊ എപ്പോഴാണെന്നുള്ള ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്തായാലും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പ്രാക്ടീസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ കുറവുകൾ മാറുള്ളൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്തെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, കുറവുകൾ മാറുള്ളൂ എന്നുള്ളത്. പുനഃപ്രാപ്തി ഒന്നുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ അനിയനും ചേട്ടനും കണ്ടിട്ടില്ലേ, നിങ്ങൾ കോലുമുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് ചെയ്യും, വേഗം അങ്ങോട്ട് കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അനിയന്റെ കഴിയുന്നുണ്ടോ, അവന് വേണ്ടാതിരിക്കോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അനിയൻ എന്ത് ചെയ്യും, വായിലിട്ടിട്ട് നേരെ വേണോന്ന് ചോദിക്കും. അപ്പോ ചേട്ടൻ എന്ത് ചെയ്യും, നേരെ കൈ നീട്ടും. അപ്പൊ എന്ത് ചെയ്യും, അനിയൻ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വായിലിടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നിനക്ക് വേണോന്ന് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യും, അവൻ കൈ നീട്ടുമ്പോ ഇങ്ങോട്ടേക്ക് തന്നെ വായിലിടും. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കും, വേണോന്ന് ചോദിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വായിലിടും. 4-5 തവണ ഇങ്ങനെ ആയപ്പോ എന്ത് ചെയ്യും, മറ്റവൻ വേണോ എന്ന് ചോദിക്കുമ്പോ മറ്റവൻ ആൾറെഡി അറിയാം, ഇത് എനിക്ക് തരൂല, വെറുതെ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി കാണിക്കുകയാണ് എന്ന് പറയുമ്പോ പിന്നെ അവൻ എന്ത് ചെയ്യൂല, പിന്നെ കൈ നീട്ടൂല. ഇതാണ് എന്ത്, വിലോപം എന്ന് പറയുന്നത്. ആൾറെഡി എന്ത് ചെയ്തു, നിന്ന് പോയി. കുറെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, അവന് ആഗ്രഹം ഉണ്ടോ എന്നറിയാൻ ഒന്നുകൂടെ നീട്ടുന്നു. അപ്പൊ എന്ത് ചെയ്തു, ചേട്ടന് ഒരു ഫീലിംഗ് വരികയാണ്, ചിലപ്പോ തന്നാലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവൻ വീണ്ടും ചാടി കയറി കൈ നീട്ടും. ഇതാണെന്ത്, പുനഃപ്രാപ്തി. അതായത് കുറച്ച് കഴിഞ്ഞപ്പോ നീട്ടിയപ്പോ വീണ്ടും എന്ത് ചെയ്തു, അവിടെ പഴയ അതേ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇതാണെന്ത്, വിലോപവും പുനഃപ്രാപ്തിയും. അപ്പൊ വിലോപത്തിലൂടെ ഇല്ലാതായ ഒരു കാര്യത്തിന് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. അപ്രത്യക്ഷമായ ഒരു അനുബന്ധനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, കൃത്രിമ ചോദകം കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്, കൃത്രിമ ചോദകം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾ നോർമൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. നോർമലായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, സൈക്കോളജി പഠിച്ച ആളാണ് എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കയറി ചോദ്യത്തിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, PSC ചെയർമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നടക്കുമല്ലേ എന്നുള്ളതല്ല, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കണം കേട്ടോ.